തായ്വാൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് രഹസ്യമായ ഒരു അജണ്ടയല്ല, പരസ്യമായി തന്നെ അവർ അത് പ്രഖ്യാപിച്ചതാണ്. 2027 മുമ്പ് തായ്വാൻ അവർ പിടിച്ചെടുക്കുമെന്ന് പരസ്യമായി പലവട്ടം പറഞ്ഞതാണ്. അതിനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചു വെച്ചിരുന്നു. തായ്വാനെ വളഞ്ഞ ചൈനീസ് പടക്കപ്പലുകളൊക്കെ നിലയുറപ്പിച്ചിട്ട് നാളുകളേറെയായി. ആദ്യം തായ്വാനെ ഏത് പ്രതിസന്ധിയിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇൻഡോ പസഫിക് മേഖലയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ച അമേരിക്ക പിന്നീട് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഏവരും കരുതി അമേരിക്ക പിന്മാറിയതാണെന്ന്. പിന്നീട് നാം കണ്ടത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാനെ കളത്തിലിറക്കി അമേരിക്ക. ജപ്പാൻ എന്ന് പറയുന്നത് നോൺ നാറ്റോ അലയൻസ് ആണ് അമേരിക്കയുടേത്. അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നതിന് തുല്യം തന്നെയാണ് ജപ്പാനും പറയുന്നത്. ജപ്പാൻ ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, തായ്വാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന്. കാരണം ജപ്പാൻ തായ്വാൻ അതിർത്തി 160 കിലോമീറ്റർ അകലം മാത്രമാണുള്ളത്. കാരണം ജപ്പാനും ചൈനയും പണ്ടുതൊട്ടേ ശത്രുക്കളാണ്, ദക്ഷിണ കൊറിയയും ചൈനയും പണ്ടുതൊട്ടേ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ തായ്വാനെ പിടിക്കുന്ന ചൈന ഇടയ്ക്കെങ്കിലും ഒരു മിസൈൽ അങ്ങോട്ടേക്ക് തൊടുക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ അതോ അമേരിക്കയുടെ തിട്ടൂരം മാനിച്ചാണോ എന്നറിയില്ല, ചൈനയെ വെല്ലുവിളിച്ചു. തുടർന്ന് ചൈന അവരുടെ പടക്കപ്പലുകളിൽ കുറച്ചെണ്ണം ജപ്പാന്റെ തീരങ്ങളിലേക്ക് നീക്കുകയും ഇതിന് കൂട്ടായി റഷ്യയുടെ പടുകൂറ്റൻ പടക്കപ്പലും യുദ്ധവിമാനങ്ങളും വരിക മാത്രമല്ല, ജപ്പാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പറക്കുകയും ചെയ്തതായി ജപ്പാൻ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒളിച്ചിരിക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ വേറൊരാളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക $11.1 ബില്യൺ ആയുധങ്ങൾ തായ്വാൻ നൽകി. ഒപ്പം പരസ്യമായ ഒരു പ്രസ്താവന നടത്തി തായ്വാൻ എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന്. ഇപ്പോഴത് അതിന് മറുപടിയുമായി എത്തിയിരിക്കുന്ന ചൈനയല്ല, റഷ്യയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറയുന്നത് തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ ആഭ്യന്തര വിഷയമാണ്, ചൈനയുടെ പ്രവിശ്യയാണ്, അത് ചൈനയ്ക്കുള്ളതാണ്. അതിനകത്തേക്ക് മറ്റൊരാൾ അതിൽ ആയുധങ്ങൾ നിറയ്ക്കുവാനോ ഇല്ലെങ്കിൽ യുദ്ധത്തിനോ ഒരുമ്പെട്ടാൽ തങ്ങളും ചൈനയ്ക്കൊപ്പം നിൽക്കുമെന്നും ഒരു മുന്നറിയിപ്പ് ജപ്പാനാണ് നൽകിയിരിക്കുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്കല്ല, കാരണം ഉക്രൈൻ വാറിൽ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ്, അതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ ഇപ്പോൾ ജപ്പാനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് എന്നാണ് ഇപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആദ്യം പശ്ചിമേഷ്യയിലായിരുന്നു യുദ്ധമെങ്കിൽ പിന്നീട് റഷ്യ ഉക്രൈൻ വാറിലേക്ക് അത് മാറുന്നു. ഇപ്പോഴത് ദക്ഷിണ ഏഷ്യയിലേക്ക് തന്നെ അതിൻ്റെ ഒരു കാഹളം ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.